കാള പാല് പോക്കുമ്പോൾ അറിയാലോ എന്തിനാണ് എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം പല കാര്യങ്ങളും പാർലമെൻറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സാധിച്ചു കൊടുക്കുകയാണ് ഗവൺമെൻറ്. മറ്റുള്ള ആളുകൾ പറയുമ്പോൾ മൈൻഡ് ചെയ്യാത്ത ഗവൺമെൻറ്, നമ്മുടെ കേന്ദ്ര സർക്കാർ ഇദ്ദേഹം പറയുന്നതൊക്കെ അപ്പം നടപ്പാക്കി കൊടുക്കുകയാണ്. അന്ന് ഇവിടെ ആം ആദ്മിയുടെ ചില ആളുകൾ പറഞ്ഞു ഇദ്ദേഹം അങ്ങോട്ട് ചാടാനുള്ള പണിയാണ് എടുക്കുന്നത്, നമുക്ക് ഇദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ, സാധാരണ ജനങ്ങളെ എതിർത്തു. ഇദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾ, നിങ്ങൾക്ക് ആം ആദ്മിയിൽ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാർ വിമർശിച്ചു. പക്ഷേ യാഥാർത്ഥ്യം ഇപ്പം മനസ്സിലായില്ലേ, അദ്ദേഹം BJPയുടെ ഒരു B ടീമായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇദ്ദേഹം പറയുന്നതൊക്കെ നടപ്പാക്കി കൊടുത്ത് ഇദ്ദേഹത്തിന് ആം ആദ്മിയിൽ നിന്നുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് നിന്നുകൊണ്ട് ജനങ്ങളുടെ ഇടയിലൊരു നല്ലവനാക്കി ചിത്രീകരിച്ചിട്ട് പതുക്കെ ആ വ്യക്തി, ആ നല്ലവനായ വ്യക്തി പതുക്കെ BJPയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനോട് ഈ തേനീച്ചയുടെ റാണീനെ മാറ്റുമ്പോൾ കുറേ ആൾക്കാർ കൂടെ ചെല്ലുമല്ലോ എന്ന് പറഞ്ഞ പോലെ വരും എന്നുള്ള ഒരു കണക്കുകൂട്ടില്ലായിരുന്നു BJPക്ക്. അങ്ങനെയാണ് ഇവരൊക്കെ BJPയിലേക്ക് ചേക്കേറുന്നത്. പക്ഷേ ഇവരുടെ ഉള്ളൊന്നും ജനസേവനം മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാരല്ല. ഇവരൊക്കെ ഈ പ്രശസ്തിയും പണവും ഉദ്ദേശിക്കുന്ന ആളുകൾ തന്നെ. ആദ്യം ഇദ്ദേഹം സംസാരിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചോ ഇതുപോലത്തെ ഒരു MP കിട്ടാൻ നമ്മൾ തപസ്സിരിക്കണം. ഈ ഇന്ത്യയിൽ ഇതുപോലത്തെ MP മാർ അത്ഭുതം തന്നെ. ഓരോ പാർട്ടിയിൽ ഇങ്ങനത്തെ MP മാരെ വേണ്ട ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ല യാഥാർത്ഥ്യം.